സുപ്രീം കോടതി അയയുന്നു. ജുഡീഷ്യറിയെ വിമർശിച്ചതിന് BJP MP നിഷികാന്ത് ദുബെയ്ക്കെതിരെ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുവാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. രാഷ്ട്രപതിയും ഗവർണർമാരും ബില്ലുകളിൽ മേൽ ഒപ്പിടുന്നതിന് വിസമ്മതിച്ചതിനെതിരെയുള്ള ഹർജികളിൽ സുപ്രീം കോടതിയുടെ പരാമർശങ്ങളും വിധിയും ഒക്കെ ഈ നിഷികാന്തിനെ സുപ്രീം കോടതിയെ വിമർശിക്കുന്നതിനുള്ളൊരു കാരണമായി ഭവിച്ചു. വാദം കേൾക്കുന്നതിനിടയിൽ ജുഡീഷ്യറിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ചീഫ് ജസ്റ്റിസ് ഖന്ന തന്നെ ശക്തമായി പ്രതികരിച്ചു. തങ്ങളുടെ തോളുകൾ ആവശ്യത്തിന് വിശാലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥാപനത്തിൻ്റെ മാന്യത ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അഭിഭാഷകൻ വിശാൽ തിവാരി എടുത്തു കാണിച്ചതിന് ശേഷം മിസ്റ്റർ ദുബായിയുടെ പ്രസ്താവന അപമാനകരവും അപലപനീയവുമാണെന്ന് ആരോപിച്ച് മിസ്റ്റർ വിശാൽ തിവാരി ഹർജി ഫയൽ ചെയ്യുകയും കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കാൻ കോടതിയെ പ്രേരിപ്പിക്കുകയും ചെയ്തു. സ്ഥാപനത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചുദ്ധരിച്ചു. ഇതുപോലെ തുടരാൻ കഴിയില്ല. നേരത്തെ ഡൽഹി ജുഡീഷ്യൽ സർവീസസ് കേസിൽ കോടതി നടപടിയെടുത്തിരുന്നു. ആശങ്കകൾ ഉയർന്നിട്ടും കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഞങ്ങളൊരു ചെറിയ ഓർഡർ പാസ്സാക്കും. ചില കാരണങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തും. ഞങ്ങൾ ഇത്തരം നടപടികളെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ജസ്റ്റിസ് ഖന്ന പറഞ്ഞു. കഴിഞ്ഞ മാസം പ്രസിഡന്റും ഗവർണർമാരും തീർപ്പാക്കാത്ത ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ച് ചരിത്ര പ്രധാനമായ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചു. ഇതിനെതിരെയാണ് ജാർഖണ്ഡിലെ നിന്നുള്ള പാർലമെൻറ്റ് അംഗമായ മിസ്റ്റർ ദുബായ് ജുഡീഷ്യറിക്കെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടത്. ചീഫ് ജസ്റ്റിസ് ഖന്ന തന്നെ പറഞ്ഞു, കേന്ദ്രവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെട്ട് സംസ്ഥാനം പാസാക്കിയ ബില്ലുകൾ പാസാക്കാതിരിക്കുകയോ നിർത്തുകയോ ചെയ്യുന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ ആവർത്തിച്ച് വിമർശിച്ചതിന് ശേഷമാണ് അത്തരം ഉത്തരവ് ഉണ്ടായത്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻവർ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ വിധിയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. മിസ്റ്റർ നിഷികാന്ത് ദുബെയുടെ അഭിപ്രായത്തിൽ പ്രത്യേക വിമർശനങ്ങൾ ഉണ്ടാകുന്നതിനിട വന്നു. വിധിയുടെ നിയമപരമായ അടിത്തറയെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും സുപ്രീം കോടതി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുകയാണ് എന്ന് ആരോപിക്കുകയും ചെയ്തു. ഏത് നിയമമാണ് രാഷ്ട്രപതി 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് നിഷ്കർഷിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കാനാണ് സുപ്രീം കോടതി ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് മതയുദ്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് സുപ്രീം കോടതി അതിന് ഉത്തരവാദിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. എല്ലാ കാര്യങ്ങളും കോടതി പരിഹരിക്കണമെങ്കിൽ പാർലമെൻറ്റും സംസ്ഥാന അസംബ്ലികളും അനാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പൊതുജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മിസ്റ്റർ ദുബെയുടെ പരാമർശങ്ങളിൽ നിന്നും BJP ഒരല്പം അകലം പാലിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്നൊരു നിലപാടാണ് BJPക്കുള്ളത്. ഏതായാലും നമ്മുടെ പാർലമെൻറ്റിൻ്റെയും അതേപോലെ സംസ്ഥാന അസംബ്ലികളും പാസാക്കുന്ന നിയമങ്ങൾ ആസ് എക്സ്പെഡീഷ്യസ്ലി ആസ് പോസിബിൾ തീർപ്പ് കൽപ്പിക്കണം എന്നാണുള്ളത്. സാധാരണഗതിയിൽ പ്രത്യേകം സമയം ഫിക്സ് ചെയ്തിട്ടില്ല എങ്കിൽ മിനിമം അതൊരു 6 മാസം വരെ ആകാമെന്ന് സുപ്രീം കോടതികൾ വിധി ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ 3 മാസത്തിനുള്ളിൽ ഗവർണർമാരും ഇന്ത്യൻ പ്രസിഡൻറ്റും ബില്ലുകളിൽ മേൽ തീർപ്പ് കൽപ്പിക്കണം എന്നുള്ള നിഷ്കർഷ അടിസ്ഥാനരഹിതമാണ് എന്നുള്ള ആരോപണത്തിന് ശക്തിയും പ്രസക്തിയുമുണ്ട്. അസംബ്ലിയും പാർലമെൻറ്റും ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും മതേതരത്വത്തിനും ഒക്കെ വിരുദ്ധമായിട്ട് ചില ബില്ലുകൾ വന്നുപോയാൽ, ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളികൾ ഉയർത്തുന്ന തരത്തിലുള്ള ബില്ലുകൾ വന്നുപോയാൽ അതും കണ്ണുമടച്ച് ഗവർണർമാരെല്ലാം ഒപ്പിടണമെന്ന് പറയുന്നത് അശാസ്ത്രീയമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതിക്കെതിരെ ഉയർന്നു വന്ന ഈ ആരോപണങ്ങളുടെ ഇടയാക്കിയ സാഹചര്യം. ഈ സന്ദർഭത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഒരു പക്ഷേ വ്യംഗ്യമായി സമ്മതിക്കുന്നതിൻ്റെ ലക്ഷണമാണ്
ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ അയവ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ സുപ്രീം കോടതി കോട്ടലക്ഷ്യത്തിന് ഈ നമ്മുടെ ഈ എം പിക്കെതിരെ നിഷികാന്ത് ദുബൈക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു.